ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്നൊരു സിമ്പിൾ കറി ഉണ്ടാക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ സോസേജ് കൊണ്ടുള്ള ഒരു കറി. അതിനാവശ്യമായിട്ട് ഒനിയൻ, ടൊമാറ്റോ, ഗാർലിക്, ജിഞ്ചർ, ഗ്രീൻ ചില്ലി, ചില്ലി പൗഡർ, ടർമറിക് പൗഡർ, ഗരം മസാല, പെപ്പർ പൗഡർ, ചിക്കൻ മസാല, കൊറിയാണ്ടർ പൗഡർ, സോൾട്ട്. ഇഞ്ചി, സവാള, പച്ചമുളക്, വെളുത്തുള്ളി, തക്കാളി ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം. മുളക് പൊടിയും കുറച്ച് ചിക്കൻ മസാലയും ചേർത്ത് സോസേജ് ഇതുപോലെ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. അതൊന്ന് മസാല ആക്കി വെക്കണം. ഇനി എണ്ണ ചൂടായ ശേഷം അതിലേക്ക് നമുക്ക് സോസേജ് എല്ലാം ഒറ്റ ട്രിപ്പിലൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. വളരെ കുറച്ച് മാത്രം ഓയിൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഒരു മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി തുടങ്ങാം. ഇതുപോലെ സോസേജിൻ്റെ എല്ലാ ഭാഗത്തും ഓയിലൊന്നും ആവുന്നത് പോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു സൈഡൊക്കെ ഒന്ന് ഫ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് ഇളക്കി വെക്കാം. രണ്ട് സൈഡും നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് തീ ഒന്ന് കുറച്ച് വയ്ക്കാം. ഇതുപോലെ ഒന്ന് നിർത്താതെ ഒന്ന് ഇളക്കി കൊടുക്കണം. സോസേജൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി അതേ പാനിൽ തന്നെ നമുക്ക് സവാള, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കണം. ആദ്യം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും മാത്രം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സോസേജിൽ മസാല ആക്കുമ്പോൾ ഉപ്പൊന്നും ആഡ് ചെയ്യുന്നില്ല. ഓൾറെഡി സോസേജിന് ഉപ്പ് ഉള്ളതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ ഉപ്പ് ചേർക്കേണ്ടതില്ല. ഇപ്പം നമ്മൾ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഒന്ന് അടച്ച് വയ്ക്കാം. ഒരു മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് ഒന്നുകൂടി ഒന്ന് ഇളക്കി വയ്ക്കാം. സവോളയൊക്കെ നന്നായിട്ട് വഴന്ന ശേഷമാണ് നമ്മൾ മസാല ഇട്ട് കൊടുക്കുന്നത്. സവോളയൊക്കെ ഒന്നായി തുടങ്ങിയിട്ടുണ്ട്. നല്ലോണം ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട്. നല്ലോണം വാടി കിട്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് മസാല എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മുളക് പൊടി, കുറച്ച് ചിക്കൻ മസാല, കൊറിയാണ്ടർ പൗഡർ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ലേശം മഞ്ഞൾപ്പൊടി, ലേശം ഗരം മസാല. ഇതെല്ലാം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികളുടെ പച്ചമണം എല്ലാം മാറി നല്ലോണം വറന്നു വന്ന ശേഷമാണ് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കണം. തക്കാളിയുടെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി തക്കാളിയൊക്കെ അപ്പോഴേക്കും ഒന്ന് വാടിക്കിട്ടും. ഇപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് ഉടങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇനി എല്ലാം ഒന്ന് ഉടച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്നുകൂടി ഒന്ന് അടച്ചു വെക്കാം. നമ്മൾ വഴന്ന് വന്ന തക്കാളിയിലേക്ക് നമ്മൾ സോസേജ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ലേശം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് അടച്ച് വയ്ക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട്. നമ്മളധികം ചാറ് കറിയായിട്ടല്ല ഉണ്ടാക്കുന്നത്. ഒരു കുറുകിയ രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്.
ലാസ്റ്റ് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി വെക്കാം. അപ്പോൾ നമ്മുടെ കറി ഓൾമോസ്റ്റ് തയ്യാറായി. പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു സിമ്പിൾ സോസേജ് കറിയല്ലേ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം കേട്ടോ.